ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 3 അംഗ സമിതി അന്വേഷിക്കും. വിഷയത്തിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ടും തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കട്ടിലിൽ നിന്നും വീണ് രോഗി മരിച്ച സംഭവത്തിലും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെന്നും മന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. കൊല്ലം സ്വദേശി രാജേന്ദ്ര പ്രസാദിനെ കഴിഞ്ഞ മാസം 28-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. രാജേന്ദ്ര പ്രസാദിനെ വാർഡിലേക്ക് മാറ്റാനായി ബന്ധുക്കൾ ICUവിൽ കയറിയപ്പോഴാണ് കാലിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വരുന്നതായും കിടക്കയിലെ രക്തവും ചലവും ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതരെ വിവരമറിയിച്ചിട്ടും ഡോക്ടർമാർ എത്തിയില്ലെന്നും പരാതിയുണ്ട്. രാത്രി 11:30 മണിക്കാണ് ഇത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ICUലേക്ക് മാറ്റി അവിടെ കിടക്കുമായിരുന്നു. അപ്പം എൻ്റെ മോനാ കൂടെ നിൽക്കുന്നത്. അപ്പം മോൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ കാലിൻ്റെ അവിടെ ബെഡിൽ പുഴുവിനെ കണ്ട്. അങ്ങനെ മോൻ അത് കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ പുഴു വീണുകൊണ്ടിരിക്കുകയാണ്, വെള്ളപ്പുഴു. അപ്പോൾ തന്നെ മോൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇതേണക്ക് അച്ഛൻ്റെ കാലിൽ പുഴു ഉണ്ടെന്ന് പറഞ്ഞ് അത് കുഴപ്പമില്ല, അത് വന്നോളും, ഡ്രസ്സ് ചെയ്യാം, കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരാരും വന്ന് നോക്കേ അത് എന്താണെന്ന് പോലും ചോദിച്ചില്ല. വാർത്ത വിവാദമായതോടെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇടപെട്ടു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ഓർത്തോ വിഭാഗം മേധാവിമാർ, വൈസ് പ്രിൻസിപ്പൽ എന്നിവരടങ്ങുന്ന 3 അംഗ സമിതി സംഭവത്തിൽ അന്വേഷണം നടത്തും. അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. തീർച്ചയായിട്ടും നടപടിയുണ്ടാകും. ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ. അതൊന്ന് മാറ്റി എഴുതാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇത് ചികിത്സാ പിഴവ് ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു ദാക്ഷിണ്യ കാര്യത്തിൽ ഉണ്ടാവില്ല. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുതൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അണുബാധയ്ക്ക് കാരണം ഗുരുതര അനാസ്ഥയാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കാലിലെ മുറിവിൽ ഈച്ച വന്നിരുന്ന് മുട്ടയിട്ട് പുഴുവായതാണെന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. രോഗിയുടെ മുറിവിൽ ഈച്ച മുട്ടയിട്ട സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ മെയിന്റനൻസിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. രോഗിയോടും ബന്ധുക്കളോടും മോശമായി പെരുമാറിയ ഡോക്ടർമാർക്ക് കൗൺസിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.